കഴിഞ്ഞ വീഡിയോയിൽ ചെന്നായുടെയും 7 ആട്ടുകുട്ടികളുടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവസാനം ചെന്നായ്ക്ക് ആട്ടുകുട്ടികൾ ചുറ്റി വെച്ച് നല്ലൊരു അടി കൊടുക്കുന്നുണ്ട്. അപ്പം ആ അടിയും കൊണ്ട് ഞൊണ്ടി ചെന്നായുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. വീട്ടിൽ നിന്നിട്ട് നഖമെല്ലാം നല്ലപോലെ മുറിച്ച് ഷേപ്പ് ചെയ്ത് വെക്കുക. അപ്പം നഖം നല്ല മൂർച്ചുള്ള നഖമാണ്. അതുകൊണ്ടാണ് ചെന്നായിക്ക് കുട്ടികളുടെ നിന്ന് ചുറ്റി വെച്ച് അടി കിട്ടിയത്. അങ്ങനെ നഖം മുറിച്ച് അവളുടെ അമ്മയുടെ നഖം പോലെ മുറിച്ച് ഷേപ്പൊക്കെ ചെയ്ത് വീണ്ടും കുട്ടികളുടെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് കുട്ടികളെ കഥ തുറക്കൂ, നിങ്ങളുടെ അമ്മ വന്നിരിക്കുന്നു എന്ന് പറയും. അപ്പം കുട്ടികൾ കാല് കതവിൻ്റെ ഹോളിൽ കൂടി ഇടാൻ പറയും. അപ്പം ചെന്നായിക്ക് ചെറിയൊരു പേടി ഉണ്ടാകത്തൂടെ ഇടാൻ. കാരണം ഫസ്റ്റ് വന്നപ്പം മുഖത്ത് മുളക് പൊടി വീണ്, പിന്നെ ഇട്ടപ്പോൾ 2 വട്ടം ചുറ്റി വെച്ച് അടി കിട്ടി. ഇങ്ങനെ വിറച്ചാണ് ചെന്നായ കതവിൻ്റെ ഹോളിൽ കൂടെ കാലിടുന്നത്. അങ്ങനെ കുട്ടികൾ നോക്കുമ്പം അമ്മയുടെ കാലുകളുണ്ട്. അപ്പം ഇത് അമ്മയാണെന്ന് ഉറപ്പിച്ച് കുട്ടികൾ കഥ തുറക്കുമ്പം ഈ ചെന്നായ 7 കുട്ടികളുടെ മുമ്പിലോട്ട് ചാടി അങ്ങ് വീഴും. അപ്പം ഈ 7 കുട്ടികളും ഓടി 7 എടുത്ത് കയറി ഒളിക്കും. കാരണം ചെന്നായല്ലേ, ചെന്നായ പിടിക്കാൻ വരും. അപ്പം ചെന്നായയുടെ കൈ പെടാതെ പെട്ടെന്ന് 7 പേര് 7 സ്ഥലത്ത് കയറി ഒളിക്കും. അങ്ങനെ ബെഡിൻ്റെ താഴെയും കതകിൻ്റെ ബാക്കിലും ബെഞ്ചിൻ്റെ താഴെയും അലമാരയുടെ ബാക്കിലും എല്ലാം കയറി ഒളിക്കും. അങ്ങനെ ചെന്നായ എല്ലാവരെയും കണ്ടുപിടിച്ച് കഴിക്കും. 6 ആട്ടുകുട്ടികളെ ഈ ചെന്നായ കഴിക്കും. പക്ഷെ അലമാരയുടെ ബാക്കിൽ ഇരുന്ന 7ാമത്തെ ആട്ടുകുട്ടിയെ കഴിക്കത്തില്ല. അങ്ങനെ അമ്മ ഭക്ഷണമൊക്കെ കാട്ടിൽ നിന്ന് എടുത്തോണ്ട് ഇങ്ങനെ വീട്ടിലോട്ടുള്ള വഴിയിലൂടെ ഇങ്ങനെ വരിക. അപ്പം അങ്ങ് ദൂരെ നിന്ന് വീട് കാണുന്നുണ്ട്. അപ്പം വീട്ടിലോട്ട് നോക്കുമ്പം കതക് തുറന്നു കിടക്കുന്നു. കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് പേടിച്ചമ്മ ഓടി വീട്ടിൻ്റെ അടുത്തെത്തും. വീട്ടിനകത്ത് കയറുമ്പം ഡെസ്കും കട്ടിലും എല്ലാം മറിഞ്ഞ് കിടക്കുന്നത്. ആകെ അലങ്കോലമായിട്ട് കിടക്കുക വീട്. അങ്ങനെ ഇവിടെ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മ കരയുമ്പം 7ാമത്തെ ആട്ടുംകുട്ടി അലമാരയുടെ കീഴിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് പറയും, ബാക്കി എല്ലാവരെയും ചെന്നായി കഴിച്ചെന്ന് പറയും. അങ്ങനെ ഈ അമ്മയും ഈ കുഞ്ഞാടും കൂടി ഈ ചെന്നായെ നോക്കിപ്പോൾ ചെന്നായ അങ്ങ് മലമേളിൽ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ 6 ആട്ടുകുട്ടികളെ കുറിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ചില്ലേ, നല്ല ഹെവി ഫുഡ് അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കിടന്ന് വിശ്രമിക്കുമ്പോൾ ഈ അമ്മയാട് ചെന്നായുടെ വയറ്റിലോട്ട് നോക്കുമ്പം വയറ്റിൽ അനക്കമുണ്ട്. അപ്പം അമ്മയുടെ മനസ്സിലാവും കുട്ടികൾ മരിച്ചിട്ടില്ലെന്ന്. അപ്പം അമ്മ ആ ഇളയ ആട്ടുംകുട്ടി എടുത്ത് പറയും, വീട്ടിൽ പോയിട്ട് ഒരു കത്രികയും ഒരു സൂചിയും ഒരു നൂലും എടുത്തുകൊണ്ട് വരാൻ പറയും. അപ്പം കുഞ്ഞാട് അതേപോലെ വീട്ടിൽ പോയി ഈ 3 സാധനം എടുത്തുകൊണ്ട് അമ്മ എടുത്ത് കൊണ്ടുവരും. അപ്പം അമ്മ പതുക്കെ കത്രിക വെച്ച് ചെന്നായുടെ വയറേറും. ചെന്നായ നല്ല ഉറക്കത്തിലായിട്ട് ഇതൊന്നും അറിയുന്നില്ല. നല്ല മൃദുലമായിട്ട് ഈ ചെന്നായുടെ അമ്മ കീറുക. അങ്ങനെ കീറിയിട്ട് 6 ആട്ടുകുട്ടികളും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വെളിയിറക്കും. എന്നിട്ട് ആ ആട്ടുകുട്ടികളെടുത്ത് പറയും, നല്ല വെയിറ്റുള്ളൊരു പാറ അപ്പുറത്തുനിന്ന് എല്ലാവരും കൂടി എടുത്തുകൊണ്ട് വരാൻ പറയും. അങ്ങനെ ഇവർ ഒരു വലിയ പാറ എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഈ അമ്മ ആ പാറ എടുത്തിട്ട് ഈ ചെന്നായുടെ വയറ്റിൽ വെക്കും. എന്നിട്ട് പതുക്കെ ഇങ്ങനെ സൂചി നൂല് വെച്ച് ഇങ്ങനെ തുന്നി കൊടുക്കും. എന്നിട്ട് കുട്ടികളുടെ അടുത്ത് അമ്മ പറയും, ഞാൻ സൂചി നൂല് വെച്ച് നല്ല മൃദുലമായിട്ട് തുന്നിയിരിക്കുന്നത്, അതുകൊണ്ട് അവനെ അറിയത്തില്ലെന്ന് പറയും. അങ്ങനെ സൂചി നൂലൊക്കെ വെച്ച് തുന്നി ഓക്കെ ആക്കിയിട്ട് അമ്മയും കുട്ടികളുടെ വീട്ടിൽ പോകും. എന്നിട്ട് ഈ ചെന്നായാണെങ്കിൽ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി നല്ലപോലെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇന്നിക്കുമ്പം പിന്നെ വയറ്റിന് ഭയങ്കര ഭാരം. വയറ്റിൽ കല്ലല്ലേ, അതുകൊണ്ട് വയറ്റിൽ ഭയങ്കര ഭാരം. ഇങ്ങനെ ഇന്നിക്കാനൊന്നും പറ്റുന്നില്ല. ഇങ്ങനെ ഇന്നിക്കുമ്പോൾ ഇങ്ങനെ വീരാൻ പോവാം. അപ്പോൾ ചെന്നായി കഴിച്ച് 6 ആട്ടുകുട്ടികളെ കഴിച്ചില്ലേ, അവിടെ കുഞ്ഞി എല്ലല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഉള്ള പ്രശ്നമായിരിക്കും. കുറച്ച് ദഹിക്കാനായിട്ട് കുറച്ച് വെള്ളം പോയി പുഴയിൽ കുടിക്കാൻ പുഴയുടെ അടുത്തോട്ട് പോകും. ഇങ്ങനെ പുഴയിൽ ചെന്നിട്ട് തല പുഴയിലോട്ട് താത്ത് വെള്ളം കുടിക്കാൻ പോകുമ്പോഴേക്കും ഈ വയറ്റിലെ ആ കല്ലിൻ്റെ വെയിറ്റ് കൂടിയിട്ട് ഈ ചെന്നായ താരോട്ട് കുനിയുമ്പം ചെന്നായ ആ പുഴയിലോട്ടങ്ങ് വീഴും. നല്ല ആഴമുള്ള പുഴ ആയതുകൊണ്ട് തന്നെ ചെന്നായ അതിനകത്ത് മുങ്ങി